ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്രൂത്ത് ഫയൽ. അപ്പം നമ്മൾ നമ്മുടെ JCAയുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ സെൻട്രൽ ബാങ്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ സെൻട്രൽ ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBIയുടെ സെൻട്രൽ ബോർഡിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അറിയാതെ സംഭവിച്ചതാണ്, എണ്ണം മാറിപ്പോയിട്ടുണ്ട്. അത് 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആക്ച്വലി 21 ആണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ബോർഡിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണവും ആ ആളുകളെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അത് ഓരോ പാർട്ടിൽ നിന്നാണ്, അതിനെക്കുറിച്ചൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആരെങ്കിലും ഇത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, 21 എന്നാക്കുക. ഒരു മാർക്ക് നമ്മളിപ്പോൾ അറിയാതെ വരുന്നൊരു മിസ്റ്റേക്ക് ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് അങ്ങനെ തന്നെ പഠിച്ചു പോകും. അതിനുശേഷം എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ ഒരു മാർക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എക്സാമിന് മാർക്ക് നഷ്ടപ്പെടരുത്. അപ്പോൾ എല്ലാ വീഡിയോയും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്നവർ ഈ വീഡിയോയും കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ മറ്റേ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് സെൻട്രൽ ബോർഡ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ RBIയുടെ സെൻട്രൽ ബോർഡ് നമുക്കൊന്ന് നോക്കാം. സെൻട്രൽ ബോർഡ് RBIയുടെ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഫയേഴ്സ് ആർ ഗവേൺഡ് ബൈ സെൻട്രൽ ബോർഡ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഫയേഴ്സ് ഗവേൺ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബോർഡാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദ ബോഡി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ബോർഡിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. കീപ്പിംഗ് വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്: അപ്പോയിൻറ്റഡ് ആൻഡ് നോമിനേറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 4 years. എത്ര നാളത്തേക്കാണ്? 4 വർഷത്തേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതും നോമിനേറ്റ് ചെയ്യുന്നതും. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിനി പറയുന്നത്. ഇതെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് എങ്ങനെയാണ്? ഫുൾ ടൈം ആണ് ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്. ഫുൾ ടൈം അവരാരൊക്കെയാണ്? ഗവർണർ ആൻഡ് നോട്ട് മോർ ദാൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്. അപ്പോൾ ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും, 4-ൽ കൂടാൻ പാടില്ല. അപ്പോൾ ഗവർണർ 1 + 4, മിനിമം 4, മിനിമം അല്ല മാക്സിമം 4 കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും. അങ്ങനെ അവരെത്ര പേരുണ്ട്? 5 പേരുണ്ട്. ദെൻ പിന്നെ നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ആരാ? നോമിനേറ്റഡ് ബൈ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? 10 ഡയറക്ടേഴ്സ് ഫ്രം വേരിയസ് ഫീൽഡ്സ്. 10 ഡയറക്ടേഴ്സിനെ വേരിയസ് ഫീൽഡിൽ നിന്ന് അപ്പോയിൻറ്റ് ചെയ്യുന്നു. 2 പേര് ആരാണ്? ഗവൺമെൻറ് ഒഫീഷ്യൽസാണ്. 2 ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഈ 2 ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്നുള്ളത് നമ്മൾ 1 എന്നാണ് മറ്റേ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ഒരെണ്ണം മിസ്സായിപ്പോയത്. ഓക്കെ. പിന്നെ അതർ 4 ഡയറക്ടേഴ്സ്, പിന്നെ ഒരു 4 ഡയറക്ടേഴ്സ് കൂടിയുണ്ട്. ആ 4 പേരെങ്ങനെയാണ്? ഓരോ ലോക്കൽ ബോഡി, 4 നമുക്ക് ലോക്കൽ ബോർഡ്സ് ഉണ്ട് RBIക്ക്. ആ 4 ലോക്കൽ ബോർഡ്സിൽ നിന്നും വരുന്നതാണ് ഈ 4 പേര്. RBIയുടെ സെൻട്രൽ ബോർഡിൽ മൊത്തം 21 മെമ്പേഴ്സാണുള്ളത്. ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും, അങ്ങനെ 5 പേര്. 10 പേരെ എന്ത് ചെയ്യുന്നതാണ്? 10 പേരെ ഡയറക്ടേഴ്സിനെ വേരിയസ് ഫീൽഡിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്നതാണ്. 2 ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്. പിന്നെ 4 പേര്, 4 ഡയറക്ടേഴ്സ്, 4 ലോക്കൽ ബോർഡ്സിൽ നിന്നുള്ളവർ. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക, മാർക്ക് നഷ്ടപ്പെടുത്തരുത്. അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്കാണ്. എല്ലാവരും കറക്റ്റ് ചെയ്യുക. താങ്ക് യു.